ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ തന്നെ ശങ്കരനും അതുപോലെ തന്നെ ഗൗരിയുടെ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ വളരെ സ്നേഹത്തോടെ മക്കൾ പൊക്കോ, ടൂറൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ഗൗരി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഗൗരിയും കൂട്ടിക്കൊണ്ട് ശങ്കരൻ നേരെ റൂമിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് ഗൗരിക്ക് എന്തോ ഒരു സംശയം തോന്നി. ഗൗരി ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഗൗരി അങ്ങ് കയറിപ്പോയി കേട്ടോ. എന്തോ ഒരു അവലക്ഷണക്കേട്, എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നല്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നേരെ റൂമിലേക്ക് പോയി. ഭാഗ്യം, എന്തായാലും അവൾക്ക് സംശയമൊന്നും ഇതുവരെ തോന്നിയില്ലല്ലോ, രക്ഷപ്പെട്ടു. ഈ കല്യാണം തീരുമാനിക്കുന്നത് വരെ നമ്മളല്ലാണ്ട് വേറെ ഒരാളും ഒന്നും അറിയാൻ പാടില്ല, മനസ്സിലായല്ലോ? എല്ലാം രഹസ്യമായിരിക്കണം, പെട്ടെന്നായിരിക്കണം കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശേഖരൻ പറയണ്ടല്ലോ, ആൾ ഭയങ്കര ത്രില്ലടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഗൗരീനെയും ശങ്കറിനെയാണ് കാണുന്നത്. റൂമിലെത്തി ശങ്കർ ശ്രദ്ധിച്ചോ, നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായതുപോലെ. ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. അല്ല നമ്മളെ ഒഴിവാക്കാൻ നോക്കിയതുപോലെ തോന്നിയില്ലേ ശങ്കറിന്? ഒഴിവാക്കാൻ നോക്കിയെന്നോ? നീ എന്തുട്ടൊക്കെ ഗൗരി പറയണത്? നമ്മൾ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അതിനെയാണോ നീ ഒഴിവാക്കാൻ നോക്കിയെന്ന് പറയണത്? ശങ്കർ ശരിക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ശങ്കർ സംഭവിച്ചത്. അല്ല, അച്ഛൻ ശരിക്കും കമലെടുത്തിനെ അവിടെ കാണാനില്ലല്ലോ. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. ഗൗരി, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, നിനക്ക് എന്തുട്ടാ ശരിക്കും പ്രശ്നം? അതൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി മിണ്ടുന്നില്ല. എന്താ നിൻ്റെ ശരിക്കുള്ള പ്രശ്നം? അതൊന്ന് പറയാൻ പറ്റുമോ? അല്പ സന്തോഷം കിട്ടാൻ വേണ്ടി നിന്നെയും കൂട്ടി ഞാൻ എവിടെയെങ്കിലും യാത്ര പോവാന്ന് വെച്ചാൽ ആ സന്തോഷം മുഴുവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ സമയം നീ വെറുതെ ധ്രുവൻ്റെ പേരെടുത്തിട്ടു. അവിടുന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് തിരിച്ചു കുടുംബത്തിലെത്തിയപ്പോൾ നീ വീണ്ടും പിന്നെയും നിൻ്റെ പഴയ കലാപരിപാടി ആരംഭിച്ചു. നീ ഒരു ആവശ്യമില്ലാണ്ട് കമലടുത്തിയുടെയും ശേഖരേട്ടൻ്റെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ട് എൻ്റെയും ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും സമാധാനം നീ കളയും. ഇങ്ങനെ ഓരോരുത്തരെയും വിഷമിപ്പിച്ചാൽ നിനക്ക് എന്ത് മനസ്സമാധാനം കിട്ടുക? ശങ്കർ, നമ്മളറിയാതെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ശ്രദ്ധിച്ചില്ലേ? അവിടെ മറ്റെല്ലാവരും ഉണ്ട്, പക്ഷേ കമലടത്തി മാത്രമില്ല. അതെന്താ അങ്ങനെ? ഈ വീട്ടിലെ എന്ത് പ്രധാനപ്പെട്ട കാര്യം നടന്നാലും കമലടത്തി അതിന് ഉണ്ടാവേണ്ടതല്ലേ ശങ്കർ? ഞാൻ ചോദിച്ച കേട്ടില്ലേ? അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത്. ശങ്കർ ചാടി എണീറ്റു. നിർത്തിട്ടോ, ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചതാ. ഇത്രയും മാന്യമായിട്ട് നിന്നോട് സംസാരിച്ചിട്ടും നിനക്ക് തലയിൽ കയറുന്നില്ല അല്ലേ ഗൗരി? നീ നിൻ്റെ കാര്യം നോക്കി, നിൻ്റെ കെട്ടിയവനായ എൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ആട്ടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ ജീവിക്കാൻ നോക്കട്ടോ. അവൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട ശങ്കർ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ ടൗല് കണ്ടില്ല. അപ്പോൾ ടൗല് വീണ്ടും എടുക്കാൻ വന്നപ്പോഴത്തേനും വേഗം ഗൗരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേനും, എന്താ നീ പഴയ ധ്രുവനെക്കുറിച്ച് ആലോചിച്ച്, നിൻ്റെ കാമുകൻ ധ്രുവനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണോ എന്നൂടെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും ഷാനും കിരണും ഉണ്ട് കേട്ടോ. മച്ചാനെ, എന്താ മച്ചാൻ്റെ ഇനി പ്ലാൻ എന്നിങ്ങനെ ഷാൻ ചോദിക്കണം. ഇനി ഒരിക്കൽ കൂടി ശിവാനി എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അതുകൊണ്ട് അവളെ എനിക്ക് വേണം. ശരി ധ്രുവ, പക്ഷേ ഇത് കോംപ്ലിക്കേഷൻ പരിപാടിയാണേ. ധ്രുവൻ ജീവിച്ചുള്ളപ്പോഴുള്ള കാര്യം ശിവാനിക്ക് ഇപ്പോഴും അറിയില്ല. അതെ, അത് നീ പറഞ്ഞത് വളരെ ശരിയാ. അത് അവളെ അറിയിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലാക്കിത്തരാം. ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ശിവാനി തൽക്കാലം അറിയണം. അത് വേണോ എന്ന് ചോദിച്ചു. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരെ? ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല എൻ്റെ മച്ചാനെ. മച്ചാൻ ധൈര്യമായിട്ട് പോ. മച്ചാൻ എന്താണെങ്കിലും കറക്റ്റ് റൂട്ടിലാണ് പോണത്. ശിവാനിയെ നേരിട്ട് കണ്ട് മച്ചാൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റുകൾക്കെല്ലാം അവളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അതെ, അത് തന്നെയാണ് ഷാനെ എൻ്റെയും തീരുമാനം എന്ന് പറഞ്ഞു. അല്ല, ശിവാനി എന്നെ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ സംഭവിക്കുമായിരിക്കും. ഞാൻ നെഗറ്റീവ് പറയുവാന്ന് വിചാരിക്കരുത്. ധ്രുവനെ വിശ്വസിക്കാൻ ശിവാനിയെ തയ്യാറായില്ലെങ്കിലോ എന്താ എന്ന് ചോദിച്ചു കിരൺ. പണ്ട് അഫ്സലായിരുന്നു നെഗറ്റീവ് കോന്താൻ, ഇപ്പം ആ സ്ഥാനം നീ ഏറ്റെടുത്തോ കിരണേ എന്ന് ചോദിച്ചു. അളിയ ഷാനെ, ഞാനൊരു ഫാക്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എടാ കിരണേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. മരണത്തെ പോലും അതിജീവിച്ച് തിരികെ എത്തിയ എൻ്റെ ശിവാനി എന്നെ വിശ്വസിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എൻ്റെ മച്ചാനും ശിവാനിക്കും ഇടയിൽ ഒരിക്കൽ തടസ്സമായിട്ട് നിന്നത് ആ ഗൗരിയായിരുന്നു.
പക്ഷെ ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് അവളുടെ ചേട്ടൻ ആദർശാണ്. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെങ്കിലേ മച്ചാന് ശിവാനിയെ തിരിച്ചു കിട്ടുമോ. അത് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് ഷാനെ. ആദർശിനെ ഒഴിവാക്കിയ ശേഷം മാത്രമേ ഇനി ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ശിവാനി അറിയാൻ പാടുള്ളൂ. ധ്രുവ, ഇപ്പം നമ്മുടെ മുന്നിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ധ്രുവൻ ജീവിച്ചിരിപ്പുള്ള കാര്യം നമ്മുടെ ഗൗരിക്കറിയാം. അറിയാലോ അല്ലേ എന്ന് ചോദിച്ചോ. ഇനി ഗൗരി അടങ്ങിയിരിക്കുമെന്ന് ധ്രുവന് തോന്നുന്നുണ്ടോ? അപ്പോൾ വേഗം ഷാൻ ചോദിക്കുകയാണ്, മച്ചാനെ ഇവൻ കിരൺ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗരി അടങ്ങിയിരിക്കുമെന്ന് മച്ചാന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ധ്രുവ, ഗൗരിയെ നിശബ്ദയാക്കാനായിട്ട് എത്രയും വേഗം നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ മരിങ്ങനെ ആലോചിച്ച് കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ധ്രുവനൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ഭയങ്കര കണക്ക് കൂട്ടലാണ് കേട്ടോ അടുത്ത പ്ലാനിങ്. പിന്നെ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ഗൗരി അന്വേഷിച്ച് കമലയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കമല മാറി നിന്ന് കരയാണ് കേട്ടോ. കമലടുത്തി, ഏട്ടത്തി എന്തിനാ കരയണത്? ഞാൻ കരഞ്ഞില്ലല്ലോ ഗൗരി. എന്താ അപ്പം ഞാൻ കണ്ടതാണോ തെറ്റ് എന്ന് ചോദിച്ചു. കള്ളം പറയുന്നത് എൻ്റെ കണ്ണുകളാണോ അതോ ഏട്ടത്തിയാണോ? എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ കമല ആകെ കരഞ്ഞ് തളർന്ന പോലെ ഇങ്ങനെ നിൽക്കണം. എന്താ പറ്റിയത്? തക്കതായ കാരണമില്ലാതെ എൻ്റെ ഏട്ടത്തിയുടെ കണ്ണുകൾ നിറയില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങളിവിടെ ഇല്ലാതിരുന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ മുതൽ അതിൻ്റെ സൂചനകൾ പലതും എനിക്ക് കിട്ടിത്തുടങ്ങി. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചോ. അതെന്താണെന്ന് ഏട്ടത്തിക്കറിയാം. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അത് ഏട്ടത്തിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്താ ശരിയല്ലേ? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ആളിങ്ങനെ നിൽക്കുകയാണ്, മിണ്ടാതെ നിന്ന് കരയാണ് വീണ്ടും. എന്താ കമലെടുത്തി, എന്താ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചു. കാര്യം എന്തായാലും ധൈര്യമായിട്ട് പറയേ, ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം എന്ന് ചോദിച്ചു. ഇത്തവണ നിനക്കെന്നെ സഹായിക്കാൻ കഴിയില്ല ഗൗരിയെ. നിനക്കെന്നല്ല, ഈ ലോകത്ത് ഇനി ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഏട്ടത്തി കാര്യം എന്താന്ന് ഇതുവരെയും പറഞ്ഞില്ല. ഞാൻ പോവാണ് മോളെ എന്ന് പറഞ്ഞു. പോവേ? എങ്ങോട്ട്? എന്താ ഏട്ടത്തി പറയണത്? എങ്ങോട്ട് പോണ കാര്യം ഈ പറയണത്? ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയാത്തവളായ ഞാൻ ഇനി ഈ വീട്ടിൽ കഴിയാൻ യോഗ്യതയില്ലാത്തവളാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ശേഖരേട്ടന് പുതിയ അല്ലെങ്കിൽ മറ്റൊരു വിവാഹാലോചന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ജാതകം നോക്കലാ ഇപ്പം താഴെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗൗരി ഞെട്ടിപ്പോയി. ഏട്ടത്തി എന്തൊക്കെയാണ് പറയണത്? ഗൗരി, സത്യം ഞാൻ പറയണത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ചാരങ്ങാട്ട് വീടും ഇവിടെ ഉള്ളവരെയും വിട്ടിട്ട് എനിക്ക് മറ്റൊരു ലോകം ഇല്ല ഗൗരി. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എങ്ങനെയാണ് ഗൗരി ഞാൻ എൻ്റെ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നത്? ഈ വീട് നിങ്ങളെയൊക്കെ വിട്ടു പോയാൽ പിന്നെ ഈ ഞാനില്ല. അതോടെ ഞാൻ തീർന്നോ? നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല എങ്കിൽ പിന്നെ ഈ കമലയടത്തി എങ്ങനെയാണ് മോളെ ജീവിക്കുന്നത് എന്ന് ചോദിച്ച് കമല വല്ലാണ്ട് വിഷമിച്ച് നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ വേണി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആദർശ് അടുത്ത് വന്നിരുന്നു. വേണി, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഇങ്ങനൊരു കള്ളം പറയാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? ഗർഭിണിയാണെന്ന് ആരെങ്കിലും കള്ളം പറയുമോ? ഓ, നിങ്ങൾ പിന്നെ ആരോടും കള്ളമൊന്നും പറയാത്ത ഒരു പുണ്യാളനല്ലേ? ഒന്ന് പോയി അവിടെ നിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ ആദർശ് വേഗം അത് മ്യൂട്ടാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ രഞ്ജുവാണ് വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും ബെല്ലടിച്ചു. അപ്പോൾ വീണ്ടും അവൻ കട്ടാക്കി കേട്ടോ. അതെ, വന്നതിലും വേഗത്തിൽ ഫോൺ കട്ടാക്കിയല്ലോ, മറ്റവളായിരിക്കും അല്ലേ എന്നിങ്ങനെ വേണി ചോദിക്കുകയാണ്. അത് ഓഫീസിൽ നിന്ന് വന്ന കോളാ എന്ന് പറഞ്ഞ ഉടനെ ആദർശ്, അതെ മനുഷ്യ, ഇങ്ങനെ കള്ളം പറയാനായിട്ട് എങ്ങനെ പറയാൻ എനിക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ കാണിക്കുന്നത്? ഞാൻ എന്തു ചെയ്തു എന്നാണ് നീ പറയണത്? എന്നെ മനുഷ്യ, ഞാൻ വെറും വെള്ളക്കുട്ടിയാന്ന് വിചാരിക്കല്ലോ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വന്ന കോള് ആ മറ്റവളുടെ കോളല്ലായിരുന്നോ? പറയേ, എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പം നിങ്ങളെ വിളിച്ചത് അവളെ അല്ലായിരുന്നോ എന്ന് നിങ്ങളൊന്ന് വിളിച്ചെന്ന് ഇപ്പം പറയുക എന്ന് പറഞ്ഞു. എൻ്റെ വേണി, നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ? പറഞ്ഞത് ശരിയാട്ടോ. പക്ഷേ നിങ്ങൾ എപ്പോഴാണ് എന്നോട് വിളമ്പിയത്? ഒന്ന് പറഞ്ഞേ. വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് പൂക്കുറ്റിയായിട്ട് കിടന്നപ്പോൾ അപ്പോഴല്ലേ നിങ്ങളെന്നോട് സത്യം പറഞ്ഞത്? അല്ലായിരുന്നെങ്കിലേ നിങ്ങൾ അവളെക്കുറിച്ച് എന്തൊട്ടായാലും പറയുമായിരുന്നോ? വേണി, അല്ലെങ്കിൽ നിന്നോടെല്ലാം ഞാൻ പറയായിരുന്നു. എല്ലാ സത്യങ്ങളും നിന്നോട് തുറന്നു പറയണം എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഞാൻ ആ ട്രിപ്പിന് വന്നത്. പിന്നെ നിങ്ങൾ തേങ്ങ പറഞ്ഞേനെ. അയ്യടാ മോനെ, എനിക്കറിയില്ലേ നിങ്ങളെ?
നിങ്ങൾ വെള്ളം അടിച്ച് ഓഫായതുകൊണ്ട് ഞാനെല്ലാം അറിഞ്ഞു. അല്ലെങ്കിൽ ഈ ജന്മത്ത് നിങ്ങളത് എന്നോട് പറയില്ലായിരുന്നു. അതും എനിക്കറിയാം. എന്തായാലും നിങ്ങളുടെ ടൈമെന്ന് പറയുന്നത് ബെസ്റ്റ് ടൈമാട്ടോ. ആ ദീപ പോയപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേറൊരുത്തി കിട്ടിയല്ലോ. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഒന്നാം തരം കോഴിയാണ്. വെറും കോഴിയല്ല കേട്ടോ, കാട്ടുകോഴി. അപ്പോഴത്തേനും ആദർശ് ഇങ്ങനെ നിൽക്കുക. ദേവേണി, ഞാനൊരു ജെന്റിൽമാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാത്തവനായി ഞാൻ. അപ്പം ചാടി ഇങ്ങനെ ഇറ്റു. നിങ്ങളെ മുഖത്തല്ല, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ മനുഷ്യ. നിങ്ങളുടെ നമ്പറൊക്കെ എനിക്ക് മനസ്സിലായിട്ടാ. ഈ പെൺപിള്ളേരൊക്കെ ശ്രദ്ധിക്കാത്ത മസിലും വെറുപ്പിച്ച് നല്ലവനായി നടക്കുന്ന ചേട്ടന്മാർ അങ്ങനെ കാണുമ്പോൾ പെൺപിള്ളേർക്ക് പലതും തോന്നും. അതായിപ്പോൾ നിങ്ങളുടെ ആ തുറുപ്പ് ചീട്ട്. ആ നമ്പർ കൊണ്ടല്ലേ ഈ പെൺപിള്ളേരെ എല്ലാം വളയ്ക്കുന്നത്. വേണി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എൻ്റെ ക്യാരക്ടറെയാണ് ചോദ്യം ചെയ്തത്. ഞാൻ ജെനുവിനാണ്, 100% ജെനുവിൻ. പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകൻ ആദർശമുള്ള ഒരാളാണ്. തനിക്ക് ഒരു ആദർശമില്ല, ഒരു തേങ്ങയില്ല. ഈ ആദർശം എന്ന് പേരുള്ള സകലവന്മാർ ഉടായ്പ. നമ്മുടെ കുന്നംകുളത്ത് ഒരു ബാറിലുണ്ടായിരുന്ന ഒരു ആദർശ്, തനിയെ ഉടായ്പ. വേണി, ആദർശിൻ്റെ പേരിൽ കുറേ ഉടായ്പുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ജെനുവിനാണ്, ഞാൻ സിൻസിയറാണ്. നമ്മൾ ഈ വിഷയം ഇവിടെ നിർത്തുന്നു, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുവേ. ഓഹോ, അപ്പം നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരുമല്ലേ ആദർശേട്ടാ? അല്ലടോ മനുഷ്യ, എന്നോട് ദേഷ്യപ്പെടാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഒരർഹതയില്ലാത്ത നിങ്ങൾ ഒരു റൂമിൽ ഇത്രയും അന്യരെ പോലെ ജീവിച്ചില്ലേ? എന്നിട്ടും നിങ്ങളോട് ഞാൻ ക്ഷമിച്ചില്ലേ? എന്തേ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചില്ലേ മനുഷ്യ? പറയാ. എന്നിട്ട് പകരം നിങ്ങൾ എന്തിട്ടാ എന്നോട് കാണിച്ചത്? അന്നൊരു ദീപ. ഇപ്പോൾ രണ്ട് അവളെ ഒരു വിധത്തിലൊന്ന് ഒഴിവാക്കി വിട്ടപ്പോൾ പുതിയൊരുത്തി, ഒരു ശിവരഞ്ജിനി വന്നിരിക്കുന്നു. അല്ല മനുഷ്യ, നിങ്ങൾക്കിത് തന്നെയാണോ പണി? വീണി, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയതുപോലെ ഞാൻ ആരെങ്കിലും കയറി സ്നേഹിച്ചിരുന്നെങ്കിലോ? എന്തേ? നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു കാമുകയുള്ള പോലെ എനിക്കൊരു കാമുകനുണ്ടായിരുന്നെങ്കിലോ? എന്തേ പറ്റില്ലായിരുന്നോ? വീണി, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, എനിക്ക് അവളുമായിട്ട് യാതൊരു സ്നേഹവുമില്ല. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അവളാണ് എൻ്റെ പിന്നാലെ വരുന്നത്. മോനെ ആദർശേട്ടാ, അവിഹിതം ഭാര്യ പൊക്കിക്കഴിയുമ്പോൾ എല്ലാ ഭർത്താക്കന്മാരുടെയും സ്ഥിരം ഡയലോഗാട്ടോ, തെറ്റുമൊത്തം മറ്റുള്ളവരുടെ പുറത്ത് ചാരുന്ന ആ പരിപാടി. അതെ, അതിവിടെ തൽക്കാലം വേണ്ട. ഈ വേണിയുടെ അടുത്ത് പ്രത്യേകിച്ച് വേണ്ടാന്ന്. ഞാൻ നിന്നെ എങ്ങനെയാണ് വേണി പറഞ്ഞ് മനസ്സിലാക്കുക? എടോ മനുഷ്യ, തനിക്ക് തൻ്റെ ഭാര്യയോട് കുറച്ച് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ താൻ ഈ പണി കാണിക്കായിരുന്നോ? താൻ എന്നോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരമായിട്ടാട്ടോ ഗർഭിണിയാണെന്നുള്ള കള്ളത്തരം ഞാൻ പറഞ്ഞത്. ദേവേണി, നീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ പറ്റിക്കാന്ന് നീ വിചാരിക്കണ്ട. ഞാൻ അതിനെ സമ്മതിക്കില്ല. നീ ഗർഭിണിയല്ലാന്ന് ഞാൻ ഇപ്പം തന്നെ അവരോട് പറയും. എമ്മണി പറയും? നിങ്ങൾ പറയും അല്ലേ? പറയും എന്ന് പറഞ്ഞ് ആദർശ് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ പിന്നെ ആദർശേട്ടാ, നിങ്ങളങ്ങ് പോയി വിളമ്പ്. ഞാൻ ഗർഭിണിയല്ലാന്ന് ആദർശേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ. പക്ഷെ തിരിച്ചുണ്ടല്ലോ, ഞാൻ ഡബിള് പടി അങ്ങ് തരൂ കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്നറിയോ, ഞാൻ ഗർഭിണിയല്ലാന്ന് നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ രഞ്ജുവിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാനങ്ങ് പറയൂ കേട്ടോ. പിന്നെ എല്ലാവരോടും പറയും. അപ്പം ആദർശ് പേടിച്ചു. എന്തേ, അത് വേണോ? ഒന്നും വിടാതെ വിത്ത് പ്രൂഫ് സഹിതം ഞാൻ വിളമ്പി വിടൂ കേട്ടോ. അല്ല ആദർശേട്ടാ, പറയണില്ലേ? ആദർശേട്ടൻ പോയി പറയുന്നേ, ചെല്ലുന്നേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് വന്ന് വാതിലി മുട്ടണത്. അപ്പം നന്ദിനി അമ്മ വിളിച്ചു, മോളെ വേണി എന്ന് വിളിച്ചു. എന്താ നന്ദിനി അമ്മേ? മോള് ഈ വാതിലൊന്ന് തുറന്നേ എന്ന് പറഞ്ഞു. നന്ദിനി അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് വേണി ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ്. നിങ്ങൾക്കുള്ളത് പിന്നെ തരാം എന്ന അതിനിടയ്ക്ക് നൈസായിട്ട് ആദർശിനോട് പറയുകയും കൂടെ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അത് നേരെ ചെന്നു. ചെന്നപ്പത്തിന് നന്ദിനിയമ്മ കുറേ ലഡുവും ജിലേബിയും അതുപോലെ തന്നെ സ്വീറ്റ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടിട്ട് ഇതെന്താ നന്ദിനിയമ്മേ, ഇത് കൊള്ളാലോ, ദാ എന്ന് പറഞ്ഞ് ഇത് മോക്ക എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഒരു ജിലേബി എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ കൈ വാങ്ങിയിട്ട് വേഗം അത് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ പലഹാരം കഴിച്ചത് നീയാണെങ്കിലും ഇത് ആരാന്നറിയുമോ? ഇപ്പം എന്ത് ഈ പലഹാരം കഴിച്ചത് എന്ന് ചോദിച്ചു. അത് ഞാൻ. അത് നീയാണ് ഇപ്പം ആദ്യമായിട്ട് ഈ പലഹാരം കഴിച്ചതെങ്കിലും ഈ പലഹാരത്തിൻ്റെ രുചി ആദ്യമായിട്ട് മധുരം അറിയുന്നത് എൻ്റെ പേരക്കുട്ടിയാട്ടോ. അതെ, എൻ്റെ പേരക്കുട്ടിക്ക് ഈ അച്ചമ്മ ആദ്യമായിട്ട് മധുരം നൽകിയ ദിവസം എന്ന്. അതുകൊണ്ട് ഇത് ഈ കലണ്ടറിൽ കുറിച്ച് വെക്കൂട്ടോ.
എന്തിനാണെന്നറിയോ, എൻ്റെ കുട്ടി വളർന്ന് അവൻ സംസാരിക്കാറൊക്കെ പ്രായമാകുമ്പോൾ ആ കലണ്ടർ ഞാൻ കുഞ്ഞിന് കാണിച്ചു കൊടുക്കൂട്ടോ. ഇത് ഇവിടുത്തെ അമ്മയും ആദർശിനെ വയറ്റിലായിരുന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. ആദർശിനെ എന്താ പറയുക, ഗർഭിണിയായിരുന്നപ്പോൾ എനിക്ക് മധുരം തന്നത് അമ്മ കലണ്ടറിൽ കുറിച്ച് വെച്ചിരുന്നു. ഞാനും അതുപോലെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് ഇങ്ങനെ വളരെ എന്താ പറയുക, പഴം പിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ആദർശേ, നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? എനിക്കൊരു കുഴപ്പമില്ലമ്മേ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനും വേണിയും കൂടെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേഗം തന്നെ അല്ലേ വേണി എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞ വേണി തലയാട്ടി. എന്നിട്ട് എന്നാലേ ഇനി നീ തനിയെ ഇരുന്നാൽ മതി, കുറച്ച് സമയത്തേക്ക് വേണിമോളെ ഞാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് വേണിമേളയും കൂട്ടിക്കൊണ്ട് നന്ദിനി അമ്മ അങ്ങോട്ടേക്ക് പോയി. ആദർശ് ആകെപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ആദർശിൻ്റെ ഫോണിലേക്ക് ശിവരഞ്ജിനി വിളിക്കുകയാണ്. ആദർശ് ഗതി കേട്ടിട്ട്, എന്താ നിനക്കെന്താ വേണ്ടത്? നീ എന്തിനാ ഈ തെരെ വിളിച്ചോണ്ടിരിക്കണത്? എൻ്റെ പൊന്നാദർശേട്ടാ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ആദർശേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയില്ല എന്തെന്നില്ലാത്ത സന്തോഷമാണ്, എനിക്ക് കൊതിയാവുക. നിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വരട്ടെ? വീട്ടിലേക്കോ? ആരുടെ വീട്ടിലേക്ക്? ആദർശേട്ടൻ്റെ വീട്ടിലേക്ക്. അല്ലാണ്ട് പിന്നെ എങ്ങോട്ടാ? ഇവളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. പറയാം ആദർശേട്ടാ, ഞാൻ വീട്ടിലേക്ക് വരട്ടെ. ആദർശ് വേഗം ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഈശ്വര, അവളിങ്ങോട്ട് കയറി വരുമോ? അവളിനിങ്ങോട്ട് കയറി വന്നാൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ആദർശ് നിന്ന് വെപ്രാളം പിടിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ്റെ വീട്ടിലാണ്. അപ്പോൾ വേണ്ട വന്നു തിരുമേനി ജോത്സ്യമൊക്കെ നോക്കി, ജാതകമൊക്കെ നോക്കി, എന്നിട്ട് ദക്ഷിണ കൊടുക്കുകയാണ് മഹാദേവൻ. പറഞ്ഞത് മറക്കണ്ട, ചില തടസ്സങ്ങളൊക്കെ കണ്ട് 2 മാസത്തിനുള്ളിൽ ഈ കല്യാണം നടത്തണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല. അപ്പം മഹാദേവൻ ഇങ്ങനെ നിന്നു. തിരുമേനി, എന്ത് വില കൊടുത്തിട്ടും ഏത് പ്രതിസന്ധിയിലും ശേഖരൻ്റെ കല്യാണം ഈ 2 മാസത്തിനുള്ളിൽ ഞാൻ നടത്തിയിരിക്കാം. എല്ലാം നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ഗൗരിയും കമലയും കൂടി ഇറങ്ങി വരുന്നത്. നിന്നോട് കുളിച്ച് ആഹാരം കഴിച്ച് മുകളിൽ റെസ്റ്റ് എടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്? നീ എന്തിനാ കമലയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് രാധാമണി ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ലമ്മേ, ഇവിടെ എന്താ നടക്കുന്നത്? മരുമോളെ, ചാരങ്ങാട്ട് വീട്ടിലെ പല കാര്യങ്ങളും നടക്കും. അതൊന്നും ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും മോള് ഇടപെടണ്ട. ഇതെനിക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്, എൻ്റെ കമല എടുത്തൊരു കാര്യം. അതേ മരുമോള്, കമലയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നീ ആരാ എന്ന് ചോദിച്ചു. അവൾക്ക് വേണ്ടി സംസാരിക്കാനേ കമലയുടെ കെട്ടിയോനൊന്നും അല്ലല്ലോ നീ, ആണോ? കമലയുടെ കെട്ടിയോന് നിൽക്കുന്ന ഈ ശേഖരനാണ്, ചാരങ്ങാട്ട് ശേഖരൻ, അല്ലാണ്ട് നീയല്ലല്ലോ. അച്ഛാ, ശേഖരേട്ടൻ്റെ ഭാര്യയാണ് കമലയെടുത്തി. അത് മറന്നു പോകുന്നുണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ചു. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ല എന്നൊറ്റ കാരണം കൊണ്ട് ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ എങ്ങനെയാ ഒഴിവാക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു. ഓഹോ, അപ്പോൾ നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലേ എന്ന് ചോദിച്ചു ഉടനെ രാധാമണി. രാധേ, നിർത്ത്. മരുമോളെ, ഉള്ള കാര്യം ഞാനങ്ങ് വിശദീകരിച്ച് തുറന്നു പറയാം. ഒരു അനന്തരാവകാശം ഉണ്ടാവണത് ചാരങ്ങാട്ട് കുടുംബത്തിന് ആവശ്യമാണ്. വെറും ആവശ്യമൊന്നുമല്ല, അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? പറയേ. ഒരു പേരക്കുട്ടിയെ കണ്ട് കളിപ്പിക്കാനായിട്ടും മുത്തശ്ശിയെ കാണാനും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലേ? അച്ഛാ, ഒരു പേരക്കുട്ടിയെ അച്ഛൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അച്ഛാ. പക്ഷേ അതിന് ഇതാണോ അച്ഛാ വഴി എന്ന് ചോദിച്ചു. പിന്നെ വേറെന്തിട്ടാ വഴിയെന്ന് നീയൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ ശേഖരൻ. അല്ല, അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാനാവൂലോ? അനാഥാലയത്തിൽ നിന്ന് നെക്സ്റ്റ് എടുക്കാനോ? അങ്ങനെ ഒരു ദത്തെടുക്കാനായിട്ടാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? എന്ത് കഷ്ടപ്പെട്ടതാ? ശേഖരൻ എന്താ കഷ്ടപ്പെട്ടത്? മനസ്സിലായില്ല. ശേഖരേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ശേഖരൻ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഗൗരി ഇങ്ങനെ ചോദ്യം ചെയ്യാണ് ശേഖരനെ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.